ആ അമ്മേ, കൊച്ചുണ്ടാപ്രിക്ക് ഒരു അനിയത്തി കൂടി ഉണ്ട്. ഇത് കൊച്ചുണ്ടാപ്രിയുടെ അച്ഛൻ, അമ്മ, ഇത് ഉണ്ടാപ്രി, ഇത് കുഞ്ഞാവ പായൽ. പായലോ? ആ, പായൽ എന്ന് വെച്ചാ കൊലുസെന്നാ. ഇതൊക്കെ നീ എങ്ങനെ പിടിച്ചെടുത്തു? അതൊക്കെ പിടിച്ചെടുത്തു. ഇതൊക്കെ ഒരു ട്രിക്കല്ലേ മോനെ. പിള്ളേർ ഒരു കാര്യം. അമ്പിളി, നേരെ ഒരുപാടായി, വന്ന് കിടക്കാൻ നോക്ക്. ഞാനിന്ന് മുത്തശ്ശന്റെ കൂടെയാ. ഓ, കണ്ണടച്ച ടിവിയിൽ ആ നിലവിളിയാ കാണുന്ന. കഷ്ടം, എന്തോരാൾക്കാരാ ചത്തും ജീവിച്ചും. പാവം, എങ്ങനെ അവനിത് സഹിക്കുന്നു? കൊച്ചു കുഞ്ഞല്ലേ, അത്രയൊന്നും ഓർത്ത് വെക്കത്തില്ല. പിന്നെ വിശപ്പും വേദനയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മറ്റു വേദനകളെ പറ്റി ഓർക്കത്തുള്ളൂ. ഏതായാലും കുറച്ച് ദിവസം ആഫീസിൽ പോയി നിൽക്കണം. ആരെങ്കിലും അന്വേഷിച്ചു വന്നാലോ? പിരിയുന്നത് ഓർക്കുമ്പോഴാ. ഒക്കെ നല്ലതിനല്ലേ. രണ്ട് സോഡ നാരങ്ങ വെള്ളം. പഞ്ചാര ഉപ്പോ? ഒന്ന് പഞ്ചാര, മറ്റതിൽ രണ്ടും വേണ്ട. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞോ, ഇത്തിരി കമർപ്പായിക്കോട്ടെ. ഓ, ഇവിടെ ഈ സിനിമയൊക്കെ കാട്ടുന്ന ഒരാളില്ലേ, എന്താ പറയാ? കേരള ഫിലിംസ്. ആ, നേരെ പടിഞ്ഞാട്ട് ചെല്ലുമ്പോ ഒരു കുരിശും തൊട്ടി കാണാം. അതിന് കിഴക്കായ ഒരു പീഡിയമറിയുണ്ട്. അതിന് മോളിൽ തലേ കാണുന്നതാ നിങ്ങൾ പറഞ്ഞ ഫിലിം കമ്പനി. ആ ചെക്കനെ തിരക്ക് വന്നതാണോ? അതെ. എവിടെന്നാ? ഇത്തിരി വടക്കുന്ന. ഓപ്പറേറ്ററെ, ഓ, ആ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്നെന്ന്. ആരാ കൊച്ചേട്ടാ? ബുക്കിങ്ങിനാ? ആ, വന്ന് നോക്ക്. നമസ്കാരം. ഞങ്ങൾ അങ്ങ് വടക്കുന്ന ചാലിശ്ശേരി, തൃശ്ശൂർ അടുത്താ. കാലിന്റെ മുട്ടിനൽപ്പം നീർവഴിച്ചുകൊണ്ടേ പടിക്കെട്ട് കയറാൻ ബുദ്ധിമുട്ടാ. അതവിടെ തന്നെ. ഞങ്ങൾ ടിവിയിലെ പ്രോഗ്രാം കണ്ടു വന്നതാ. ഇതെന്റെ മൂത്ത മോനാ ജോർജ്. ഗുജറാത്തിലാ. 10-15 കൊല്ലായി അവിടെ അവന് ജോലി. അവിടുന്ന് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നേ. എന്നെ പേടിച്ചിട്ടായിരിക്കാം 5-8 കൊല്ലായി നാട്ടിൽ വന്നിട്ട്. കഴിഞ്ഞ ക്രിസ്മസിന് അവന്റെ ഒരു കാർഡും കത്തും വന്നിരുന്നു. ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ആയിട്ട്. ഒരു തരം കുമ്പസാരം. വയസ്സായ അപ്പനെയും കൂടെ പിറപ്പുകളൊക്കെ ഓർക്കാൻ അത്രയും കാലം എടുത്തു. അതവന്റെ അവസാനത്തെ കത്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നീടല്ലേ പൊട്ടിത്തെറിയും ഭൂകമ്പമൊക്കെ ഉണ്ടായത്. അയച്ച കത്തിനൊന്നും മറുപടിയില്ല, ഒരു വിവരവുമില്ല. ഒരു സോഡയൊന്ന് പൊട്ടിച്ച് അല്പം ഉപ്പ് ഇട്ടോളൂ. ഇവിടെ ഒരു ഗുജറാത്തി കുട്ടിയെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എന്റെ മോനും ഈ പ്രായത്തിൽ ഒരു കുട്ടിയുണ്ടെന്നാ അറിഞ്ഞ. ഓപ്പറേറ്ററെ, ആ കൊച്ചിനെ താഴേക്ക് വിളിച്ചൊന്ന് കാണിച്ചു. മൂപ്പരുടെ അടുത്ത് വന്ന് പെട്ടത് ഭാഗ്യമായി. സ്വന്തം കുട്ടിയെ പോലെ അങ്ങേരെ നോക്കുന്നത്.
ഗുജറാത്തിലെ കച്ചി ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ ഞങ്ങള് പറഞ്ഞു കുറച്ചൊക്കെ മലയാളം മനസ്സിലാവും. ഈ ആളുകളൊക്കെ ആരാന്ന് മനസ്സിലായോ? ഇവരെ അറിയോന്നൊന്ന് ചോദിച്ചു നോക്കി. ഇതാരാന്ന് മനസ്സിലായോ? ആ പോട്ടെ, അടുത്ത ആഴ്ച ഇവരുടെ കല്യാണ. ഒരുപാട് ജോലി തിരക്കുണ്ട്. പാവം ഈ കൊച്ചിന് എന്നാ അറിയാം. കപ്പലണ്ടി 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 കപ്പലണ്ടി. അത്രേ നമ. അമ്മ മരിച്ചു എന്ന് സങ്കല്പിച്ച് അമ്മയുടെ ബന്ധം വിളിച്ച സങ്കല്പിച്ചാ മതി. പിതാമഹ്യൈ നമഃ. നീ എന്നാ ഇവിടെ വന്നിരുന്നു കളഞ്ഞേ? ഞാൻ അവിടെ എല്ലാം കണ്ട് തപ്പായിരുന്നു. നീ ഇതുപോലെ ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു വരും. നിന്റെ വീട്ടിൽ TV ഉണ്ടല്ലോ. ആ അപ്പൊ വരും. ഈ TV-യിൽ വന്നതൊക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണാതിരിക്കത്തില്ല. ആവാം. മതിയുടെ കൊച്ചനെ കൊറേ നേരായി ഇപ്പൊ തുടങ്ങിയിട്ട്. ആരെങ്കിലും ഒക്കെ അന്വേഷിച്ച് വന്നോ? വരും. ആഹാ, ചെക്കൻ മലയാളമൊക്കെ പഠിച്ചു പോയല്ലേ? കുറച്ച് കൊരക്കേ ചെയ്യാവൂ, കടിക്കല്ലേ. പിള്ളേരങ്ങനെ എളുപ്പം പഠിക്കും. അയ്യോ സുരേഷ്, അയ്യടാ ഓൻ തന്നെ ചിരിയല്ലേ. വെള്ളക്കുഴി കിടക്കുന്നവർക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം പോലെ ഇല്ല. രക്ഷണവിടേക്ക് ഓരോരുത്തരും ഇറങ്ങിക്കോളും. അയ്യോ, വീട്ടിൽ കൊണ്ടുവന്ന് പൈപ്പിടാന്ന് സുരേഷ് പറഞ്ഞിട്ടുണ്ട്. കണ്ണി കണ്ടിടത്തൊക്കെ ചട്ടറും പൈപ്പ് ഇട്ടിട്ടാ പാടത്തൊക്കെ ഉപ്പുവെള്ളമായത്. ഒരു മണി ഉണ്ടാ കൊയ്തെടുക്കാൻ. ഒരു വെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നു. പണ്ടാരക്കാരന്റെ ഒടുക്കത്ത നാക്കാ. എന്താടാ അവിടെ ഏരിയയുടെ ഒരു പഞ്ചായത്ത്? അവൾ ഇലക്ഷന് നിൽക്കാൻ പോവുക. ഓ, വല്ലതും മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി എന്നല്ല, മനസ്സിലായി. മനസ്സിലായി. മിടുക്കൻ. ഓക്കെ, അത് ഞാൻ ഏറ്റു. ചേട്ടാ നമസ്കാരം. ഇത്തവണയും കുടിവെള്ളം തന്നെ ആണോ പ്രശ്നം? ഇവൻ മറ്റേ പാർട്ടിയാ. കൊച്ചാട്ടനോട് പിന്നെ അതും ഇതും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചേച്ചിയും കൊച്ചാട്ടനും അപ്പൊ 2. പിന്നെ പിള്ളേര് വല്ലവരും പ്രായമായോ? അപ്പൊ 2 ഉറപ്പിക്കല്ലേ? കൊള്ളാം, കൊച്ചാട്ടനൊക്കെ നമ്മുടെ കൂടെയല്ലേ? അല്ല, ഇപ്പൊ പോയ ചെക്കനല്ലേ പത്രത്തിലും TV-യിലും ഒക്കെ വന്നേ? അവനിവിടെ ജോലിക്ക് നിർത്തിയിരിക്ക? അവനാ ഓപ്പറേറ്ററുടെ കൂടെ ഇങ്ങനെയൊക്കെ. അയാളും മറ്റേ പാർട്ടിയാ. ആണോ? എല്ലാരും അങ്ങനെ അങ്ങ് മറ്റേ പാർട്ടി ആയാൽ ശരിയാവത്തില്ലല്ലോ. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ ചേച്ചിയോട് പ്രത്യേകം പറയണം. ശരി. ഞാൻ പിന്നെ വരാം. ഓ, എന്തൊരു സ്നേഹം. അത് അവരുടെ തൊഴിലല്ലേ ഒന്ന്. ഇതന്നെ നമുക്കങ്ങ് ചുമ്മിയാലോ. ഒത്ത 5-6 ഫോട്ടോ ഓസിന് പത്രത്തില് TV-യിലും ഒക്കെ വരും. മോനെ ഇന്ന് വന്നേ, ചേട്ടൻ ചോദിക്കട്ടെ. ഓപ്പറേറ്റർ I love you.
ഇവൻ എന്നതറിയില്ല. ഹിന്ദി ആയിരിക്കും. ഷോ, ആ ഹിന്ദി ഭാഷയും കൂടി കൂട്ടായിരുന്നു. കുറുപ്പേട്ടൻ അവനെ വെട്ടത്തോട്ടൊന്ന് പിടിച്ചു നിർത്തിയേ. ഏതായാലും 2 ഫോട്ടോ എടുക്കാം. എടാ എനിക്ക് ഹിന്ദി നഹി മാലൂം. സ്ഥാനാർത്ഥിയാണ് ചെല്ലി. ऑपरेटर डेटा नहीं മോനിങ് വന്നേ. करो खपे കോറോ നെഹി ബാഹർ ബാഹർ ആയേ. ഹം തും एक ഫോട്ടോ കാജെ അല്ല കീജെ. करो खपे ഇത് കടുങ്കട്ടാണല്ലോ. करो ഇങ്ങനെയാണോ പിള്ളേരെ പിടിച്ച് വലിക്കുന്നത്? ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ കക്ഷി. അത് ശരി. ഇനി നിങ്ങൾ ഇവനെയും കൊണ്ട് നടന്ന് അധികം വിഷമിക്കണ്ട. ഇവനെ ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കാൻ പോവാണ്. എന്തിന്? അത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റി? മനസ്സിലായില്ലല്ലേ? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പിള്ളേരെ കൊണ്ടുവിടാനുള്ളതാ ഈ അനാഥാലയങ്ങളൊക്കെ. അല്ല, അതിന് അവൻ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു? കൊച്ചാട്ടൻ ഇതിൽ ഇടപെടണ്ട. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയോ തനിക്ക്? അത് ഞാൻ ജോലിയൊന്നും ചെയ്യിപ്പിച്ചില്ല. ഇല്ലേ? പിന്നെ ആ കാണുന്ന സാധനം ഇട്ട് കറക്കുന്നത് ജോലി ചെയ്യല്ലാതെ പിന്നെ ഇവൻ കളിക്കുക. താഴെ നീ പടി മുഴുവൻ കയറി വെള്ളം ചോന്നുകൊണ്ടുവരുന്നത് അത്ര നിസ്സാര കാര്യ. ഇച്ചിരി വെള്ളം ചുമന്ന് വിചാരിച്ച് അത് അവനും കൂടെ കുടിക്കേണ്ടിട്ട. ഇതാ നമ്മുടെ നാടിന്റെ കുഴപ്പം. അമ്മയെ തല്ലിയാലും ന്യായം പറയാൻ 100 പേരാ. ഇത് തന്നെയാവട്ടെ നമ്മുടെ കമ്മിറ്റിയുടെ ഇന്നത്തെ മുഖ്യ അജണ്ട. ചുമ്മാ കാണസാവണ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ സ്ഥാനാർത്ഥിയാ കൊച്ചിനെ പിടിച്ചോണ്ടേ. അല്ല, ഇത്രയൊക്കെ ബുദ്ധിമുട്ടാ. സാറാരാന്ന് പറഞ്ഞില്ലല്ലോ. അത് ശരി. ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല അല്ലേ? ഞാനാണ് 6ാം വാർഡിലെ സ്ഥാനാർത്ഥി. ഓ, സ്ഥാനാർത്ഥിയല്ലേ ആയുള്ളൂ. മെമ്പറും MLA മന്ത്രിയൊക്കെ ആട്ടെ. അപ്പൊ ആലോചിക്കല്ലേ വെച്ചാ. അതിനെ മറ്റുള്ള സ്ഥാനാർത്ഥികളോട് സമ്മതിക്കണം. ഏതായാലും സ്ഥാനാർത്ഥി മീറ്റിംഗ് തുടങ്ങാറായി. ബാക്കിയൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഞാൻ ആരാണെന്ന് തനിക്ക് കാണിച്ചു തരാം. ബാലവേല ചെയ്യിക്കുന്നതിന് 3 വർഷം ഞാൻ തന്നെ കൊണ്ട് അഴിയെണ്ണിക്കും. താൻ നോക്കിയോ. വാടാ. തന്നെ കണ്ടോളാടോ. മീറ്റിംഗ് തുടങ്ങാൻ നേരമായി. പാവം, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം കൂടെ നഷ്ടപ്പെടുത്തി. करो करो दियो ജനാധിപത്യം. करो ഓ, ഒന്നുമില്ല. തൽക്കാലം നീ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. चाय आ एडागुला बैठायो എന്നാ? वाह फिल्म ഇത്ര പത്തിയുണ്ടോ? എന്താടാ രണ്ടുപേരുടെ ഇരട്ടത്ത് മാറിയിരിക്കുന്നേ? കളി അവിടെ അല്ലേ? ഞങ്ങൾക്ക് ഈ അസുഖമൊക്കെ മനസ്സിലാവും. സാറേ, ഞങ്ങളിവിടെ വേണ്ട വേണ്ട, പറയാൻ കൊള്ളാത്ത ഒന്നും എനിക്ക് കേൾക്കണ്ട. ഒക്കെ ഞാൻ കണ്ടതല്ലേ. എന്താ എന്റെ പേര്? മാധവൻ. ആ, സാറ് വിചാരിക്കുന്ന പോലെ അത് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ഇനി വിചാരിച്ചെങ്കിൽ തന്നെ അതൊക്കെ നമുക്ക് സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. പെട്ടിയും മട്ടിയൊക്കെ വണ്ടി കയറാ പോക്കെടുത്തിട്ട് കാണിച്ചിട്ട്. സാറേ, ഞാൻ എന്റെ മകനെ പോലെ അവനെ കൊണ്ടു നടക്കുന്നത്. പുണ്യാളത്തിനോർത്ത് എന്റെ മാനം കെടുത്തത്. നിനക്കൊക്കെ നാണോമാനം ഉണ്ടോടാ? വലിയ സിനിമ വർത്താനം പറഞ്ഞാൽ ഇടിച്ചതിന്റെ കൂമ്പിയാൻ മതി. കയറാൻ വേണ്ടി പാടെ എവിടെ? പാതിരാത്രിക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ട് തല്ലിക്കൂടും. പിന്നെ സാർമാരുടെ പണി കഴിഞ്ഞില്ല. ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. നീ വല്ല കഴിച്ച വാ തുറന്ന് വല്ലതും പറ. എനിക്ക് പോയി കിടക്കണം. കൊച്ചു കരയുന്നേ. കിടക്കാൻ 377 unnatural offences. Whoever voluntarily has carnal intercourse against the order of nature with any man, woman or animal shall be punished with imprisonment of either description for a term which may extend to 10 years. ഇത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഒഫൻസാണ്.
ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ, അയാൾ അത്തരക്കാരനൊന്നല്ല. ഭാര്യ ഒരു കുട്ടിയുള്ള ആളാ. ആയിരിക്കാം. ഫാദറിനെയും നിങ്ങളെയും എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പ്രൊബേഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് ഞാനിത് ആദ്യമാണ്. പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടതായതുകൊണ്ട് നിങ്ങൾ ഡിവൈഎസ്പി തന്നെ ഒന്ന് കാണുന്നതായിരിക്കും നല്ലത്, അല്ലേ? ഏയ് എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് റിമാൻഡ് ചെയ്യേണ്ട കേസാ. എന്തിനാ സാറേ? ഊരും പേരുമില്ലാതെ തെണ്ടി നടന്ന ചെക്കന് അല്പം ചോറ് കൊടുത്തതിനാണ്. അപ്പൊ സാറേ, ഞങ്ങൾ ഡിവൈഎസ്പി ഒന്ന് കണ്ടിട്ട് വരാം. ഇക്കണക്കിനത് കൂട്ടി പോകുമല്ലോ. ഇവിടെ വരുന്ന കേസൊക്കെ സാർ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ നമുക്ക് എന്നാ പ്രയോജനം? സാറ് വല്ല എത്രാം മണിക്കും പോകുന്നതാണല്ലോ. സാർ എന്തു പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പ്രസ്റ്റേജ് പ്രശ്നം. ഇതിലെന്ത് പ്രസ്റ്റേജ്? എത്രയോ കുട്ടികൾ ഇനിയും തെരുവിലുണ്ട്. അവരൊക്കെ ഈ നാടിന്റെ പ്രസ്റ്റേജ് അല്ലേ? ചായ കുടിക്ക്.